ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈഡ് ഔട്ട്. ഇതിന് തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ ഞങ്ങൾ NS400 റിവ്യൂ ചെയ്യാൻ പോയായിരുന്നു. കണ്ടിഷ്ടപ്പെട്ടു, ഒന്നും നോക്കിയില്ല. എൻ്റെ കൂടെയുള്ള മച്ചൻ അങ്ങ് സ്വന്തമാക്കി. അപ്പം അതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 1300 കിലോമീറ്റർ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂയിലോട്ടാണ് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ഗോ. അപ്പം മച്ചന്മാരെ, അപ്പം നേരെ നമുക്ക് ഓണർഷിപ്പ് റിവ്യൂയിലോട്ട് കിടക്കാം. അതാ പിന്നെ ഹായ് ബ്രോ. അങ്ങനെ നേരെ NS125 നിന്ന് നേരെ NS400 അപ്ഗ്രേഡ് അല്ലേ? എങ്ങനെയുണ്ട് ആ ഒരു മാറ്റം? നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. കാരണം 125 എന്ന് പറയുമ്പം ഓക്കെ NS ആയിരുന്നു അതും, അപ്പോൾ അതിൻ്റെ പവറും അതുമൊക്കെ കുറവായിരുന്നു. ഇപ്പം ഇത് ഓടിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല ഫീലാണ്, ഓടിക്കാൻ നല്ല രസമുണ്ട്. ലൈക്ക് ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് 390 ഒക്കെ ഓടിച്ചവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും അത്രയും റോ പവർ അതൊക്കെ ഉള്ള സമയത്ത് പോലെ തന്നെ ഇപ്പോഴും NS ഇങ്ങനെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് നല്ല രസമുണ്ട് ഓടിക്കാൻ. വീൽ ബേസ് ഒക്കെ കുറഞ്ഞു, വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ എനിക്ക് കൈ കൊടുത്താൽ എവിടെ വേണമെങ്കിലും പോകാം, വണ്ടി എങ്ങനെ വേണമെങ്കിലും ഓവർടേക്ക് ചെയ്ത് ഏത് വണ്ടി വേണമെങ്കിലും ഓവർടേക്ക് ചെയ്യാനുള്ള പവർ ഈ വണ്ടിക്കുണ്ട്. ഇപ്പോൾ നമ്മളൊരു മോർണിംഗ് റൈഡ് പോയപ്പോൾ ഡൊമിനാർ 400 ഓടിച്ചായിരുന്നല്ലോ. അപ്പോൾ ഡൊമി 400ഉം ഈ ഒരു NS400 തമ്മിലുള്ള വ്യത്യാസം എന്ത് തോന്നി? അപ്പം ഏറ്റവും വലിയ വ്യത്യാസം പറയാനാണെങ്കിൽ വെയിറ്റിൻ്റെ ആണ്. ഓൾമോസ്റ്റ് 18 കിലോസ് കുറവാണ് ഡോമി വെച്ച് നോക്കുമ്പോൾ. അപ്പം അതിനുള്ള പവറും അതിനുള്ള ടോർക്കും അതൊക്കെ നമുക്ക് ഫീൽ ആവും നല്ലപോലെ. വണ്ടി ഇങ്ങനെ എപ്പം കൈ കൊടുക്കണം എന്ന് നോക്കി നിൽക്കുകയാണ്. ഡോമി ഈസ് ഇൻ ടു ടൂറിങ് സൈഡ്, പക്ഷേ ഇത് സ്ട്രീറ്റ് ഫൈറ്റർ ആയതുകൊണ്ട് ആ ഒരു പവറും ആ ഒരു ഫീലും ആ ഒരു തമ്പും നമുക്ക് നല്ലപോലെ കിട്ടും. അപ്പോൾ അതാണ് ഞങ്ങളന്ന് റൈഡ് പോയപ്പോൾ തന്നെ ഡോമിയും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഈ ഒരു NS400 തന്നെ എടുക്കാനുള്ള കാര്യം എന്താ ബ്രോ? എൻ്റെ ഫസ്റ്റ് മൈൻഡിൽ വന്ന വണ്ടി 400cc എടുക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ ആയിരുന്നു. ഓക്കെ, പക്ഷേ അത് ഓടിച്ചു. എനിക്ക് അഡ്വഞ്ചർ ടൂറിംഗ് ആയിട്ട് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ സ്പോർട്സ് ബൈക്കിൽ 400cc ഇത്രയും കുറച്ച് നല്ല ഫീച്ചേഴ്സൊക്കെ ഇട്ട് ഈ പ്രൈസ് പോയിന്റ് മെയിൻലി ഞാൻ നോക്കിയത് പ്രൈസ് പോയിന്റ് ആണ്. വാല്യൂ ഫോർ മണി 1.85 ആണ്. ഓൺ റോഡ് എല്ലാം കൂടി 227 ആകുന്നുണ്ട് ഡൽഹിയിൽ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എല്ലാത്തരം സാധനങ്ങളും മീൻസ് എല്ലാ ഫീച്ചേഴ്സും ലൈക്ക് അഡ്ജസ്റ്റബിൾ ലിവർ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, റൈഡിങ് മോഡ്സ് ഉണ്ട് ഇതിൽ. പിന്നെ വണ്ടി ഓടിക്കാനും പവർ ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, N250 എടുക്കാവുന്നതിനേക്കാൾ നല്ലത് നേരെ NS400 എടുക്കുന്നല്ലേ ബെറ്റർ പ്രൈസ് വെച്ച്? ഈ സമയത്ത് പ്രൈസ് വെച്ച് നോക്കുമ്പം NS400 ആണ് നമുക്ക് എടുക്കാൻ പറ്റിയ വണ്ടി. കാരണം ഇപ്പോൾ ഇൻട്രോഡക്ടറി പ്രൈസിലാണ് ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് മാസം കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ പ്രൈസ് കൂടുമായിരിക്കും. ഒരു ഓൾമോസ്റ്റ് ഒരു 20-25,000 കൂടുമായിരിക്കും. കാരണം അവരന്ന് പറഞ്ഞത് ഡോമിനെക്കാട്ടി ഒരു 10,000 അല്ലെങ്കിൽ 20,000 കുറവ് കാണും. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ 250 നല്ലൊരു ഓപ്ഷൻ 400 തന്നെ ഈ ഒരു പ്രൈസിന് അല്ലേ? എനി ഡേ എനി ടൈം ഈ പ്രൈസ് പോയിന്റിൽ NS400 ആയിരിക്കും ബെറ്റർ. ബ്രോ, ഈ ഒരു ബൈക്ക് 4 മോഡ്സ് വരുന്നില്ലേ? റോഡ്, സ്പോർട്ട്, റെയിൻ ആൻഡ് ഓഫ് റോഡ്. അപ്പോൾ ഈ ഒരു മോഡ്സിനെ പറ്റി എങ്ങനെയുണ്ട്? ആ ഒരു എത്ര ഇമ്പാക്ട് വരുന്നുണ്ട്? ഓക്കെ, അപ്പം മോഡ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡ് സ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ അത് സ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ഓടിക്കാറുള്ളത് മിക്കവാറും സമയത്ത്. അല്ലെങ്കിൽ റോഡ് മോഡ്, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ മാത്രം ഐ യൂസ് റെയിൻ മോഡ്. അപ്പോൾ അതിപ്പോൾ സെറ്റ് ചെയ്യാനാണെങ്കിൽ തന്നെ ഈസിയാണ്. നേരെ വെഹിക്കിൾ ഇൻഫോയിൽ പോയി റൈഡ് മോഡിൽ പോയി നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ റെയിൻ മോഡ്, ഓഫ് റോഡ്, സ്പോർട്ട് മോഡ്, റോഡ് മോഡ് എല്ലാം ഉണ്ട്. അപ്പോൾ പവർ വെച്ച് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് സ്പോർട്ട് മോഡിലാണ് കുറച്ചും കൂടി വണ്ടി ഫ്രീ ആകുന്നത്. വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്, അന്നേരം വണ്ടിക്ക് നല്ല പഞ്ചാണ്, വണ്ടി ഫുള്ളായിട്ട് ഫ്രീ ആവും. ട്രാക്ഷൻ ഇന്റർവെൻഷൻ ഒക്കെ കുറയും. അപ്പോൾ അതനുസരിച്ച് വണ്ടി ഓടാൻ നല്ല ഫീലാണ്. ഇത് മുമ്പ് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് സ്പോർട്സ് ഫീൽ വണ്ടി ഒത്തിരി ഫ്രീ ഫീൽ, എഞ്ചിനായിട്ട് ഒത്തിരി ഗ്രിപ്പ് ഇല്ല, ഒത്തിരി ഫ്രീ ആയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടി കൈ കൊടുക്കുമ്പോൾ അങ്ങ് പൊക്കോളും വണ്ടി റെഡിയാണ്. പക്ഷെ റോഡ് മോഡിൽ ആ ഒരു ചെറിയൊരു പിടുത്തമുണ്ട്, വണ്ടി ഇങ്ങനെ റോഡായിട്ട് ഇങ്ങനെ ഒട്ടി പിടിച്ച് ഓടുന്ന പോലെ. അതേപോലെ തന്നെയാണ് റെയിൻ മോഡിൽ കുറച്ച് പവർ കുറവാണ്, വണ്ടി ഇങ്ങനെ പമ്മി നിൽക്കും. കാരണം റെയിൻ മോഡിൽ എപ്പോഴും നമ്മൾ സേഫായിട്ട് തന്നെ ഓടിക്കേണ്ടതായിരിക്കും ആ സേഫ്റ്റി ഫീച്ചർ ഇട്ട് നമുക്കത് തന്നത്. പിന്നെ ഓഫ് റോഡ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഓഫ് റോഡിൽ ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അതിൽ നമുക്ക് ട്രാക്ഷൻ സ്വിച്ച് ചെയ്യാം, ഓണും ഓഫും ചെയ്യാം. ഓക്കെ, ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ?
ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഹെഡ്ലൈറ്റ് ബ്രോ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഡൽഹിയിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുവാണെങ്കിലുണ്ടല്ലോ ഇപ്പം ഒരു 7 o'clock വരെ നമുക്ക് നല്ല വെട്ടമുണ്ട്. എന്നാലും ഞാൻ നോർമലി യൂഷ്വലി ആ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യാറില്ല. കാരണം ആ DRL മാത്രം നല്ല ബ്രൈറ്റാണ്. പിന്നെ പ്രൊജക്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ത്രോ ആണ്. സൂപ്പർ ബ്രൈറ്റാണ്, നോ ഡൗട്ട്. സൂപ്പർ ത്രോ ആണ്. നൈറ്റൊക്കെ യൂസ് ചെയ്യാൻ സൂപ്പറാണ്. യു ഡോണ്ട് നീഡ് എനി അതർ ഫോഗ് ലാംപ്സോ അങ്ങനെ ആവശ്യം വരില്ല. അതെ. പിന്നെ ഈ ഒരു DRL എനിക്ക് തോന്നിയിട്ടൊരു ഇതുണ്ട്. ഈ ഒരു നമ്മളെപ്പോഴും പറയുന്നത് തണ്ടർ ഫീലാണ്, തണ്ടർ എഫക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു ബജാജുകാർ ഒരു ഹൈഡായിട്ടൊരു കാര്യം അത് കേട്ടിട്ടുണ്ട്. ബ്രോയ്ക്ക് അറിയാം എന്താണ് അത്? ബ്രോ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഇത് ഞങ്ങളെ ചുമ്മാ തമാശയ്ക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഇവർ ഈ ഒരു തണ്ടറിൽ തന്നെ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം? ആ ഒരു പേര് തന്നെയാണ് NS എന്നൊരു പേര് ഈ തണ്ടറിൽ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഈ ഒരു എഴുത്ത് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ N എന്ന് നമുക്ക് വായിക്കാം. തിരിച്ച് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ S എന്നും കാണും. അപ്പോൾ കറക്റ്റ് ആ ഒരു തണ്ടറിൽ തന്നെ അവർ NS എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ക്രേസി ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു തണ്ടറിൽ നമുക്ക് NS എന്നുള്ളൊരു പേര് തോന്നിയത്. ഇതിൻ്റെ മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ ഫസ്റ്റ് സർവീസിന് മുമ്പ് എനിക്ക് മൈലേജ് 31 വരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. കമ്പനി ക്ലെയിം ചെയ്യുന്ന 35 ആണ്, പക്ഷേ എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ള 30. ഇപ്പോൾ ഞാൻ സ്പോർട്ട് മോഡിലൊക്കെ ഇട്ട് ഓടിക്കുന്നതുകൊണ്ട് എനിക്കൊരു 28, ഇടയ്ക്കിടയ്ക്ക് പൊളിച്ച് ഓടിക്കുന്നതുകൊണ്ട് ഒരു 28, 27 കിട്ടുന്നുണ്ട്. ബട്ട് ഐ എം ഹാപ്പി. ഒരു 400cc 28 ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും ഐ എം ഹാപ്പി. അത് തന്നെ ഏറ്റവും വലിയ പൊളിയൊരു കാര്യം. ഇതിന്റെ ടോപ്പ് സ്പീഡ് എങ്ങനെ ഉണ്ട് നോക്കിയായിരുന്നോ? ടോപ്പ് സ്പീഡ് ഞങ്ങൾ ഡബിൾസ് വെച്ച് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് 122 കയറാനുള്ള സമയം കിട്ടി റോഡിൽ തന്നെ. പിന്നെ ഞാൻ സിംഗിൾസ് പോയപ്പം ഒരു എക്സ്പ്രസ് വേയിൽ പോയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 130, 132 ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെയോ? ഓക്കെ, നൈസ്. അപ്പോൾ ഈ വെയിറ്റ് കൂടുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു പിക്കപ്പ് ഇല്ല, അങ്ങനെ മടിയൊന്നുമില്ല. വണ്ടി വെയിറ്റ് ഉണ്ടെങ്കിലൊന്നും നമ്മൾ അറിയില്ല. നമുക്ക് പിക്കപ്പിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ 100 കയറുന്ന നമ്മൾ പുട്ട് പോലെ കയറി ആശാൻ പറയുന്ന പോലെ പുട്ട് പോലെ 100 കയറി പോകും. 4th ഗിയറിലൊക്കെ നമ്മൾ ലോങ് ഗിയർ റേഷ്യോയിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്കൊരു 4th ഗിയർ ആകുമ്പോഴത്തേക്ക് 100 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കൈ കൊടുക്കാൻ റെഡിയാണ്. വണ്ടി ആഫ്റ്റർ 6000 RPM വണ്ടി വേറെ മൂഡാണ്. അതുപോലെ ഇനിഷ്യൽ പിക്കപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? ഇനിഷ്യൽ സൂപ്പറാ ബ്രോ. ലൈക്ക് ഞാൻ ഫസ്റ്റ് ഗിയർ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ നമ്മൾ നോക്കിങ് ഇല്ലാണ്ട് നമുക്കൊരു 40 ഒക്കെ നൈസായിട്ട് നമ്മുടെ ട്രാഫിക്കിൽ നമുക്ക് ടാക്കിൾ ചെയ്ത് പോകാം. സെക്കൻഡ് ഗിയറിലൊക്കെ ഞാനിപ്പം നോർമലി പോകുകയാണെങ്കിൽ തന്നെ 20-25 ഞാൻ സെക്കൻഡ് ഗിയറിൽ ഓടിക്കാറുണ്ട്. ട്രാഫിക്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലും വണ്ടി അങ്ങനെ ഓഫ് ആവുന്ന പ്രശ്നം അല്ലെങ്കിൽ നോക്കിംഗ് ഉള്ള ശബ്ദം അങ്ങനെ ഒന്നുമില്ല. അതുപോലെ ഇതൊരു ബിഗിനേഴ്സിന് പറ്റിയൊരു വണ്ടിയാണോ? ഞാൻ പറഞ്ഞല്ലോ, ബിഗിനേഴ്സിന്റെ സൂപ്പർ ബൈക്കാണ്. 400cc ഒരു ഡൗട്ടും വേണ്ട അല്ലേ? ഒരു ഡൗട്ടും വേണ്ട. ഈ പ്രൈസ് റേഞ്ചിൽ ഇജാതി ഒരു സാധനം തരണമെങ്കിൽ വേറെ ലെവൽ. അതെ അതെ. ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആ ഓടിക്കുന്ന ആളുടെ ഫേസിൽ ആ ഒരു സ്മൈൽ കിട്ടും, ഉറപ്പാണ്. അത് 110% ഞാൻ ഷുവറാണ്. ഒരു ബൈക്ക് എന്തൂസിയാസ്റ്റിന് എന്തായാലും വേണ്ടിയ സാധനങ്ങളല്ലേ ഈ വണ്ടിയിലുണ്ട്. വണ്ടി എങ്ങനെ കൈ കൊടുത്താലും കയറിപ്പോയി. ഇപ്പം ഞാൻ 5th ഗിയറിൽ ഞാനൊരു 40-45 ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ തന്നെ അവിടെ വെച്ച് ഞാൻ കൈ കൊടുത്താലും വണ്ടി കൂടെ നിൽക്കും ഓടാനായിട്ട്. അതാണ് കാര്യം.